ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഇന്ന് കുക്കറിൽ നമ്മുടെ കൊത്തമര ഉണ്ടല്ലോ, അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മുടെ അമരക്കയെല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർക്കുന്നുണ്ട്, ഒരു 1/4 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരൊറ്റ വിസിൽ അതുവരെയും ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇത് അവിടെ ഇരുന്ന് ഒന്നാവട്ടെ. അപ്പോഴേക്കും നമുക്കൊരു ചെറിയ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണേ. നമുക്കതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിലക്കടലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാം കേട്ടോ. ഇനി ജസ്റ്റ് ഒന്നങ്ങ് റോസ്റ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5-6 വെളുത്തുള്ളി അല്ലി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിലക്കടല ഇഷ്ടമല്ലെങ്കിൽ ഈ നിലക്കടലയ്ക്ക് പകരം ആദ്യമേ തന്നെ നമുക്ക് വെളുത്തുള്ളി അല്ലി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5-6 വറ്റൽമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, അതായത് നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു 5 ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ഒരുപാട് കളറ് മാറുന്ന രീതിയിലൊന്ന് റോസ്റ്റ് ആക്കണ്ട. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമല്ലോ, അതുവരെയും ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവേ. ശരിക്കും പറഞ്ഞാൽ അമരക്കേന്നാണോ കുത്തമരേന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇവിടെയൊക്കെ അമരക്കേന്നാട്ടോ പറയുന്നത്. ഞാൻ ഇതിനു മുന്നേ ഈ അമരക്കയുടെ വീഡിയോ ഇട്ടപ്പോഴെല്ലാം കുറേ പേര് ഇത് അമരക്കയല്ല കൊത്തമരയെന്നൊക്കെ കമൻറ്റ് ഇട്ടിരുന്നു കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കണക്കാണ് ഞാൻ പറയുന്നത്. നമ്മുടെ തേങ്ങയുടെ മിക്സൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ ഒന്ന് മതിയാവേ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഓഫാക്കിയിട്ട് ഇത് അവിടെ ഇരുന്നൊന്ന് തണുത്ത് വരുന്നവരെയും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെയാണ് ഞാൻ റോസ്റ്റാക്കി എടുത്തേക്കുന്നത്. അവിടെ നിന്ന് തണുക്കട്ടെ. നമ്മുടെ കുക്കറിൽ വെച്ചിരിക്കുന്ന സംഭവമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റീമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ അമരക്കയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരല്പം വെള്ളം അതിനകത്ത് ബാക്കിയുണ്ട്. ഈ വെള്ളം കളയണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ തേങ്ങയുടെ ആ മിക്സൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രഷാക്കി എടുത്തുകൊണ്ട് വരാം. ഒരുപാട് അങ്ങ് അരയരുതേ. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാൻ തന്നെ ഒന്ന് എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു കുഞ്ഞ് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാവേ. സവാള വലുതാണെങ്കിൽ അതിൻ്റെ ഒരു 1/2 പോർഷൻ എടുത്താൽ മതിയാവും. ഇനി ഇത് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് ഇട്ടങ്ങ് കളർ മാറുന്ന രീതിയിലൊന്നും വഴറ്റേണ്ട. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഒന്ന് അത്യാവശ്യം ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഈ പരുവം വരയ്ക്ക് ഒന്ന് വെന്ത് വന്നാൽ മതിയാവേ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ അമരക്ക ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ തേങ്ങയുടെയും ആ കപ്പലണ്ടിയുടെ ഒക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇനി അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
അതെല്ലാം ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഇതെല്ലാം ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാവേ. അപ്പോൾ നല്ല പോലെ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തോരൻ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അല്ലെങ്കിലും ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആണല്ലോ ഈ അമരയ്ക്ക്. അതും ഈ പീനട്ടും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ ഇത്. ഇതിങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഞാനൊരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഈ സമയം നോക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവേ. അപ്പം നന്നായിട്ട് വീണ്ടും ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാവേ. അതുവരെയും മതിയാവും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. ഈ മസാലയൊക്കെ നമ്മുടെ ആ ഒരു അമരയ്ക്കകത്തൊന്ന് പിടിച്ചു വരണം, അത്രേ വേണ്ടൂ. അപ്പം ഒരു മിനിറ്റ് അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ അതാണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ അമരയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതല്ല കൊത്തമരയാണെങ്കിൽ കൊത്തമര തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.